ഞാൻ പലപ്പോഴും പറയാറില്ല ഗൈസ് അവനെക്കുറിച്ച്. ഞാൻ ബസ് കയറി എത്ര തിരക്കിട്ടാണെങ്കിലും ബസ് കയറി എവിടെയെങ്കിലും പിടിച്ചതിന് ശേഷം ബസ് എടുക്കാറുള്ളൂ, അതേപോലെ ഇറങ്ങുന്നതോ. അപ്പോൾ എൻ്റെ പെയിൻറ്റും സാധനവും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് 2 കൈയിലും സാധനം ഉണ്ടല്ലോ. പോലീസ് മാമനെ കണ്ടതാ. അപ്പം 2 കൈയിൽ സാധനം ഉള്ളത് കൊണ്ട് എനിക്ക് എന്തായാലും ഇറങ്ങാനാവില്ലല്ലോ. അതുകൊണ്ട് വണ്ടി ഇറങ്ങുള്ളൂ. പോയോ അപ്പോഴേക്കും സ്റ്റാൻഡിൽ നിന്ന് ഞാൻ എടുത്ത് വരുമ്പോഴേക്കും അങ്ങനെ തന്നതാണ്. പിന്നെന്തേലും പറയാൻ വന്നത്, അങ്ങോട്ട് പോകുമ്പോൾ നിറച്ചു ആളായി ബസ്സിൽ. അങ്ങനെ ഓൻ പറഞ്ഞ് വേഗം ഇങ്ങനെ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അടുത്തേക്ക് വന്ന് ഇവിടെ സൂരജ് ഉണ്ട്, ഓൻ എണീറ്റ് തരും നിനക്കെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കയറാൻ സ്ഥലമല്ല, അങ്ങോട്ട് ഇങ്ങനെ കയറി ഉള്ളോട്ട് പോകുമല്ലോ. അപ്പം ഞാൻ ഒരു കൊച്ചിനോട് പറഞ്ഞു ഒന്ന് മുമ്പോട്ട് കിട്ടേന്ന് തന്നെ. ഒരു കൊച്ച് എന്താന്ന് പറഞ്ഞേ. 2ാമത്തെ കൊച്ചിനോട് ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഉള്ളോട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയിട്ട് കാര്യമല്ല, അവിടെ സീറ്റൊന്നുമില്ല, സീറ്റിലൊക്കെ ആളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ മോളെ ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് കാര്യമില്ല എന്നല്ലേ നിങ്ങളോട് പറഞ്ഞ്, അവിടെയൊക്കെ നിറച്ചു ആൾക്കാരാണ് എന്ന് പറഞ്ഞു. ഞാൻ നോക്കണ്ടോ ആ പെണ്ണിനോട് തള്ളി ഞാൻ അങ്ങോട്ടങ്ങ് കയറി. അപ്പോൾ സൂരജിൻ്റെ കൂടെ വേറൊരു പയ്യനുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ആരാ എഴുന്നേറ്റിരുന്നതെന്ന് ചോദിച്ചു. അവനോട് പറഞ്ഞു ഡ്രൈവറോട് എണീക്കാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്നെ കൊണ്ട് പറ്റൂല. അങ്ങനെ MMC എത്തിയപ്പോൾ സൂരജ് ഇറങ്ങി. അത് ഓന്ന് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ബസ് കയറി കുത്തിരുന്നതാണെന്ന് പറഞ്ഞു. പെണ്ണ് ചമ്മിപ്പോയി. നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെയൊക്കെ ബസ് കയറുമ്പോൾ നമുക്ക് ഭയങ്കര ഇതല്ലേ. അങ്ങനെ ആ കൊച്ചിന് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായി. ആ കൊച്ചിൻ്റെ പറയുന്നത് ഇവന് സ്പീഡിലായും പോയത്. അയ്യോ അമ്മേ നമുക്ക് തിരിച്ചു പോകുമ്പോൾ കൊയിലാണ്ടി കൂടി പോവാം അമ്മേ എന്നൊക്കെ ഉണ്ട് പറയുന്നു പേടിച്ചിട്ട്. അതിന് ഞാനാരാന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ അവനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്, എൻ്റെ ബാഗ് വാങ്ങിയവൻ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താന്ന് പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഗൈസ് എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് പെട്ടെന്ന് പോയി നോക്കട്ടെ.